ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രെഡും മുട്ടയും കൊണ്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബ്രെഡും മുട്ടയും കൊണ്ട് ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഈ ഒരു സ്നാക്സ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. സാധാരണ മീഡിയം സൈസുള്ള 10 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള ഒരു കാപ്പി കളറുള്ള ഒരു ഭാഗം ഉണ്ടോ, അതൊന്നും കളയണ്ട കേട്ടോ. അതോടുകൂടെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ 10 ബ്രെഡ് ഒന്നിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി രണ്ടായിട്ടാണ് പൊടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് പഴക്കമുള്ള ബ്രെഡ് എടുക്കരുത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഒരു പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് നല്ലപോലെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള, ഫ്രിഡ്ജിലൊന്നും വെക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒതുക്കിയെടുക്കില്ല, അതുപോലെ ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ തേങ്ങ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ തേങ്ങ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഇഷ്ടമുള്ള ആൾക്കാർക്ക് 1/2 കപ്പ് വരെ ചേർക്കാം. നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ തേങ്ങ ചേർക്കുമ്പോൾ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ടയൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു 4 മുട്ട ഒഴിച്ചു കൊടുക്കുക. 10 ബ്രെഡ്ക്ക് ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് അളവിലാണ് കേട്ടോ പഞ്ചസാര ചേർത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു രീതിയിൽ ബ്രെഡ് മധുരമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഉപ്പ് ചേർക്കുന്നില്ല. ബ്രെഡിനും ചെറിയൊരളവിൽ ഉപ്പിൻ്റെ അംശമുണ്ട്. അപ്പോൾ അത് കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾക്കൊരു 4 ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇത് നമുക്കൊരു ബൗളിലിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ അതിനേക്കാൾ എളുപ്പമാണ് മിക്സിയുടെ ജാറിലിട്ട് കറക്കുമ്പോൾ. അപ്പോൾ അത് നല്ലപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ നമ്മൾ ബ്രെഡും തേങ്ങയും പാടെ പൊടിച്ച് വെച്ചിട്ടുണ്ടാകുന്നില്ല, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ 1/4 കപ്പ് പാലും അതുപോലെ തന്നെ 4 മുട്ടയും ചേർത്ത് കൊടുത്തത്. അപ്പോൾ ആ ഒരു മിക്സിൽ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഇനി പാൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പക്ഷേ 1/4 കപ്പ് പഞ്ചസാര ചേർത്തതാണ് ഈ ഒരു സ്നാക്സിന്. ഇപ്പോൾ 10 ബ്രെഡിൻ്റെ ഒരളവിൽ കറക്റ്റ് മധുരത്തിൻ്റെ ഒരളവ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാനൊരു 1/4 കപ്പ് ഒഴിച്ച് കൊടുത്തു. പിന്നെ ഞാനൊരു ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ഈ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ലപോലെ ലൂസ് ആവരുതേ, കുറച്ച് തിക്കായിട്ട് തന്നെ വേണം. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റോളം അടച്ച് വെക്കാം. അപ്പോൾ 10 മിനിറ്റ് നേരം കഴിഞ്ഞു. നമുക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. അത് കണ്ടോ, അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് തിക്കാണ് വെച്ചിട്ട് നമ്മളിതിലേക്ക് പാലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ രീതിയിൽ മതി. ഇനിയിപ്പോൾ ഞാനിതാ ഇതുപോലത്തെ കേക്ക് ടിന്നിലാണ് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ചായപാത്രം ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും കുഴപ്പമില്ല കേട്ടോ. ഈ രീതിയിൽ ഏത് പാത്രം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലത്തെ പാത്രമാണെങ്കിൽ കുറച്ച് ഹൈറ്റിലായിരിക്കും നമ്മുടെ ഒരു പലഹാരം കിട്ടുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വേവിച്ചെടുക്കുന്നത് ഇതുപോലെ ഒരു പഴയൊരു പാന് സ്റ്റൗവിൽ വെച്ച് നല്ല പോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പെട്ടെന്ന് കരിഞ്ഞു പോകുന്നില്ല, എന്നാലും നമ്മൾ നല്ലപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. ബ്രെഡല്ലേ, പെട്ടെന്ന് കരിയും. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 30 ടു 35 മിനിറ്റ് വരെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലേ ഇതൊന്ന് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി നോക്കുകയാണ് ഉൾവശമൊക്കെ കുക്കായിക്കണോ വെച്ചിട്ട്. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം നമ്മൾ പുറത്ത് വെച്ചപ്പോഴത്തേന് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡ് വശം കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെടിപ്പിച്ചിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കമഴ്ത്തിയത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടി.
കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ലൊരു കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇന്ന് നല്ല കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു പലഹാരം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു വാനില സ്പോഞ്ച് കേക്കിൻ്റെ പോലെ തോന്നുന്നുണ്ട് അല്ലേ. നല്ല ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. മുട്ട വെച്ചിട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇനി ബ്രെഡും മുട്ടയും കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. ഫ്ലെയിമിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന പാലിൻ്റെ അളവ് ഒന്ന് ശ്രദ്ധിക്കുക. എന്നാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. ബ്രെഡും മുട്ടയും കൊണ്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.